നമസ്കാരം. ഞാൻ അവതരിപ്പിക്കുന്നു ഗീതാ ഗോവിന്ദം. ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രാങ്കണം. നേരം പുലർന്നു വരുന്നു. ഉദയഗിരിയിൽ പുലർകാലം വാനദിനകരൻ വരികയായി, ഒളിവിതറി വരികയായി. ക്ഷേത്ര ശ്രീകോവിലിന് മുമ്പിൽ വമ്പിച്ച ഭക്തജന തിരക്ക്. ആ തിരക്കിനിടയിലൂടെ ഒരു ബ്രാഹ്മണൻ മുമ്പോട്ട് നടന്നു വരുന്നു. അദ്ദേഹത്തിനു പിന്നിൽ അഗ്നിജ്വാല പോലെ സുന്ദരിയായ ഒരു തരുണി. ബ്രാഹ്മണൻ മുഖ്യ പുരോഹിതനെ താണുവണങ്ങി. സ്വാമി, ഞാൻ ദേവശർമ്മ. അകലെ കിന്ദുബിൽവം എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഈ നിൽക്കുന്നത് എൻ്റെ മകൾ പത്മാവതി. എനിക്ക് ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താനുണ്ട്. ഓഹോ, സന്തോഷം. എന്താണ് വഴിപാട്? വഴിപാടായി നൽകാനുള്ളത് ഈ നിൽക്കുന്ന എൻ്റെ മകളെ തന്നെയാണ്. എന്ത്? മകളെ വഴിപാടായി നൽകുന്നു? ഹേ മനുഷ്യ, താങ്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്. നോക്കൂ, മനുഷ്യരെ വഴിപാടായി നൽകാറില്ല, സ്വീകരിക്കാറുമില്ല. തിരികെ പോകൂ. ക്ഷമിക്കണം സ്വാമി. അനപത്യരായിരുന്നു ഞാൻ, മനമുരുകി ദുഃഖം സഹിക്കവയ്യാതെ ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ പറഞ്ഞതാണ്, ഒരു കുഞ്ഞുണ്ടായാൽ ഇവിടെ വഴിപാടായി നൽകാമെന്ന്. ആ പ്രാർത്ഥന മൂലം ഉണ്ടായതാണ് ഈ നിൽക്കുന്ന എൻ്റെ മകൾ പത്മാവതി. ഈ വിഷയത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയുക സാധ്യമല്ല. താങ്കൾ നാളെ വരൂ, എന്നിട്ട് ആലോചിക്കാം. പിറ്റേന്ന് കാലത്ത് തന്നെ ദേവശർമ്മ ക്ഷേത്രത്തിലെത്തി. പുരോഹിതൻ അവരെ സ്വീകരിച്ചു. ദേവശർമ്മ, താങ്കളും മകളും ഈശ്വരാനുഗ്രഹമുള്ളവരാണ്. ഇന്നലെ സാക്ഷാൽ പുരി ജഗന്നാഥനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. ഇന്നലെ ഞാൻ കണ്ട ദിവ്യ സ്വപ്നത്തിൻ കഥ ചൊല്ലാം കേൾക്കിരു ദൈവഗീതം. മകളെ നൽകേണം കന്യാദാനമായി ജയദേവനു വധുവായി. മകളെ താങ്കളുടെ തന്നെ ഗ്രാമത്തിലുള്ള ജയദേവന് വിവാഹം ചെയ്തു കൊടുക്കുക. കൃഷ്ണഭക്തനും കവിയുമായ ജയദേവൻ പത്മാവതിക്ക് അനുയോജ്യനായ ഭർത്താവായിരിക്കും. ദേവശർമ്മ മകളെയും കൂട്ടി ജയദേവന്റെ വീട്ടിലേക്ക് യാത്രയായി. വീടടുക്കും തോറും കൃഷ്ണഗീതികൾ കേട്ടു തുടങ്ങി. കൃഷ്ണ ജയദേവൻ ഉപചാരപൂർവം ദേവശർമ്മയെ സ്വീകരിച്ചിരുത്തി. ദേവശർമ്മ നടന്ന സംഭവങ്ങളെല്ലാം ജയദേവനെ പറഞ്ഞു കേൾപ്പിച്ചു. ജയദേവൻ പുരി ജഗന്നാഥന്റെ അനുജ്ഞപ്രകാരം ഞാനിതാ എൻ്റെ മകൾ പത്മാവതിയെ താങ്കൾക്ക് വധുവായി നൽകുന്നു. സദയം സ്വീകരിച്ചാലും. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ദേവശർമ്മ, എന്നെ കുറിച്ച് അങ്ങയ്ക്കൊന്നും അറിയില്ല. പരമദരിദ്രനാണ് ഞാൻ. കൃഷ്ണഭക്തിയിലും കാവ്യസബരിയിലും മുഴുകി കഴിയുകയാണ്. ദരിദ്രനായ ഒരുവന് സ്വന്തം മകളെ നൽകി അങ്ങ് ക്രൂരത കാണിക്കരുത്. ജയദേവൻ, ഞാൻ ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പുരി ജഗന്നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മകളെ, അച്ഛൻ പോകുന്നു. പത്മാവതി അവിടെ ഉപേക്ഷിച്ച് ദേവശർമ്മ യാത്രയായി. കണ്ണിൽ നിന്നും മറയുന്നത് വരെ മകൾ അച്ഛനെ നോക്കി നിന്നു. ദുഃഖം സഹിക്കവയ്യാതെ ആ പാവം കണ്ണുനീർ വാർത്തു. പതിതയാ
പത്മാവതിയുടെ സങ്കടം കണ്ട് ജയദേവന്റെ മനസ്സലിഞ്ഞു. പത്മാവതി, അരുത്, കരയരുത്. വിഷമം മൂലം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കൂ. ഇല്ലായ്മകളെ പങ്കുവെച്ച് ജയദേവനും പത്മാവതിയും സന്തോഷത്തോടെ കഴിഞ്ഞു. താമസിയാതെ അവർ വിവാഹിതരായി. ഒരാൾ മറ്റേയാൾക്ക് ജീവന്റെ ജീവനായി മാറി. മിക്ക രാത്രികളും നിദ്രാവിഹീനങ്ങളായിരിക്കും. ജയദേവൻ മധുരസാന്ദ്രമായി പാടിക്കൊണ്ടിരിക്കും. പത്മാവതി ആ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്യും. അവർ ആടെയും പാടയും ധന്യമാക്കിയ രാത്രികളിൽ ആ കുടിലിൽ നിന്നും ഒഴുകിയ മധുര സംഗീതവും ചിലമ്പൊലിയും നമുക്കും കേൾക്കാം. സംഗീതവും നൃത്തവും ഇണപിരിയാത്ത നിമിഷങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ജയദേവൻ ഗീതാഗോവിന്ദത്തിന്റെ രചന ആരംഭിച്ചു. ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള സമാഗമങ്ങളും വിരഹവേദനയും മറ്റുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. 12-ാം സർഗത്തിൽ 9-ാമത്തെ അഷ്ടപദിയിൽ 7-ാമത്തെ ചരണം എഴുതിക്കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്നു, അല്ലയോ പ്രിയ രാധേ, കാമവിഷം കയറിയ എന്റെ ശിരസിൽ ഭവതിയുടെ പാദപല്ലവങ്ങൾ ചേർത്ത് വെക്കൂ. എഴുതി കഴിഞ്ഞ ഉടനെ ജയദേവൻ ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റു. ഭഗവാനെ, ഞാൻ എന്താണ് എഴുതിയത്? പത്മാവതി, എന്തുണ്ടായി? പത്മാവതി, ഞാനൊരു അവിവേകം കാണിച്ചു. രാധയുടെ പാദങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസിൽ ഭൂഷണമാക്കാൻ ആവശ്യപ്പെടുന്നതായി ഗീതാഗോവിന്ദത്തിൽ എഴുതിപ്പോയി. എഴുതി കഴിഞ്ഞപ്പോഴാ ഓർത്തത്. പാപം, മഹാപാപം. പാടുണ്ടോ അത്? സാക്ഷാൽ ഭഗവാനല്ലേ? കൃഷ്ണ, ഞാൻ എഴുതിയത് അപരാധമാണെങ്കിൽ ഈ അവിവേകയ്ക്ക് മാപ്പ് തരണേ. പ്രിയ സഖി രാധതൻ പാദപത്മങ്ങൾ ഭഗവാൻ ശിരസിൽ ചേർക്കുകയോ, പാപമുക്തിക്കായെന്നു ഞാൻ ചെയ്യണം ഏതു തീർത്ഥത്തിൽ. പത്മാവതി, ആ ഭാഗം ഞാൻ ഗ്രന്ഥത്തിൽ നിന്നും വെട്ടിക്കളഞ്ഞു. ഇതാ ഗ്രന്ഥം അകത്തു കൊണ്ടുപോയി വെക്കൂ. വല്ലാത്തൊരു പാരവശ്യം, എനിക്കൊന്ന് കുളിക്കണം. ജയദേവൻ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്ത് നിവർത്തി. ഇതെന്ത് അത്ഭുതമാണ്! പത്മാവതി! പത്മാവതി ഓടിയെത്തി. ഇതെന്ത് പരിമായം! ഞാൻ വെട്ടിയ ഭാഗം വീണ്ടും എഴുതി ചേർത്തിരിക്കുന്നു. ഇതാര് ചെയ്തു? സ്വാമി, അങ്ങ് തന്നെയാണല്ലോ അത് എഴുതി ചേർത്തത്. ഓർക്കുന്നില്ലേ? കുളിക്കാൻ പോയ അങ്ങ് തിരികെ വന്ന് എന്നിൽ നിന്ന് ഗ്രന്ഥം വാങ്ങി അത് എഴുതി ചേർത്തു. ഇതാ ഗ്രന്ഥത്തിൽ കയ്യിൽ എണ്ണ പുരണ്ടത് കണ്ടില്ലേ? ഇല്ല പത്മാവതി, കുളിക്കാൻ പോയ ഞാൻ തിരികെ വന്നിട്ടില്ല. കൃഷ്ണ, ഇതെന്തു പരീക്ഷണം? ജയദേവൻ ധ്യാനത്തിൽ മുഴുകി. കൃഷ്ണ, എന്നക കണ്ണു തുറക്കാൻ സത്യത്തിൻ പൊരുളറിയാൻ കനിയണേ ദേവാ. കൃഷ്ണ, ആ ജ്ഞാനദൃഷ്ടിയിൽ എല്ലാം തെളിഞ്ഞു. പത്മാവതി, വന്നത് നാം ആയിരുന്നില്ല. നമ്മുടെ രൂപത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. നീ ഭാഗ്യവതിയാണ്. ഇത്രയും കാലം ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞ് എനിക്ക് ആ കരുണാമൂർത്തിയുടെ ദർശന സൗഭാഗ്യം സിദ്ധിച്ചില്ല.
പത്മാവതി, നിനക്കാണ് ആ മഹാഭാഗ്യം ലഭിച്ചത്. നിന്റെ ഭർത്താവെന്ന ഖ്യാതി മാത്രമേ ഇനി എനിക്കുള്ളൂ. അതിനാൽ 19ാമത്തെ അഷ്ടപതിയിൽ ജയദേവൻ ഇങ്ങനെ എഴുതി: ഇതി ചടുല ചാടുപടു ചാരുമുര വൈരിണോ രാധികാരമണ ജാതം ജയതി പത്മാവതി രമണ ജയദേവ കവി ഭാരതി ഭണിതമിതി ഗീതം. ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്ന ചപലവാക്കുകൾ പത്മാവതി രമണനായ ജയദേവന്റെ ഗീതത്തിലൂടെ ജയിക്കുന്നു. ജയദേവന്റെ കാവ്യധിഷ്ണയെ ദീപ്തമാക്കിയതിനു പിന്നിൽ പത്മാവതി വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ഉദ്ദേശം 800 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഗീതാഗോവിന്ദം ഇന്നും ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളിൽ, പൂജാവേളകളിലും സംഗീത കച്ചേരികളിലും ആലപിക്കപ്പെട്ടു വരുന്നു. ഉത്തമ സംസ്കൃത ഭാഷയിൽ 12 സർഗങ്ങളായി രചിക്കപ്പെട്ട ഈ ശൃംഗാരകാവ്യം സംഗീത പ്രേമികൾക്കും ഭക്തന്മാർക്കും ഒരുപോലെ സായുജ്യമേകുന്നു. നന്ദി.